നമസ്കാരം, വിനോദ് കുമാർ. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓക്സിലിയറി വേർബ്സ് ആണ് ഷാലും വില്ലും. ഷാലും വില്ലും മലയാളത്തിൽ എന്നുള്ള അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പോകും, ഞാൻ വരും, ഐ ഷാൽ ഗോ, ഐ വിൽ ഗോ, ദേ ഷാൽ കം, ദേ വിൽ കം, അവർ വരും എന്നുള്ള അർത്ഥത്തിലൊക്കെ. പക്ഷെ ഷാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗത്തിൽ വളരെ പിന്നോക്കമാണുള്ളത്. എവിടെയൊക്കെ ഷാൽ ഉണ്ടോ അവിടെയൊക്കെ വിൽ ആണ് ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറ്. അത് മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഒരു ട്രെൻഡാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അങ്ങനെയാണ്. എവിടെയൊക്കെ ഷാൽ ഉണ്ടോ അവിടെയൊക്കെ വിൽ ആണ് ഉപയോഗിക്കുന്നത്. വില്ലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഷാൽ ഇപ്പോൾ കോടതി മുറികളിലും കോടതി ഭാഷകളിലും കോടതിയിലെ പുസ്തകങ്ങളിലും നിയമഭാഷയിലൊക്കെയാണ് കൂടുതലായിട്ടുണ്ടാവുക. യു ഷാൽ ബി ഫൈൻഡ് വിത്ത് 5,000 rupees. നിങ്ങൾക്ക് 5,000 രൂപ ഫൈൻ ചുമത്തപ്പെടും, അല്ലെങ്കിൽ അടയ്ക്കേണ്ടി വരും. യു ഷാൽ ബി ഇംപ്രിസൺഡ് വിത്ത് 10 years ഓഫ് ടെന്യൂർ. നിങ്ങൾക്ക് 10 കൊല്ലം ടെന്യൂറുള്ള ഇംപ്രിസൺമെന്റ് ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് ഷാൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പുറമെ ഷാൽ ഒരു സെൽഫ് ഓഫറിനും സജഷനും കൂടി ഉപയോഗിക്കാറുണ്ട്. ഷാൽ ഐ ഹെൽപ്പ് യു ഇൻ ദാറ്റ് മാറ്റർ? ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കട്ടെ. ഷാൽ ഐ അസിസ്റ്റ് യു ടു ഡീൽ വിത്ത് ദാറ്റ് പ്രോബ്ലം? ആ പ്രോബ്ലം ഒന്ന് ഡീൽ ചെയ്യാൻ ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യട്ടെ. ഷാൽ വി ഡിസ്കസ് ദാറ്റ് മാറ്റർ നൗ? ആ കാര്യം നമുക്കിപ്പോൾ ചർച്ച ചെയ്താലോ? ഷാൽ ഐ ഓഫർ യു എ കപ്പ് ഓഫ് കോഫി? ഞാൻ നിങ്ങൾക്കൊരു കപ്പ് കോഫി ഓഫർ ചെയ്താലോ? ഇപ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ സജഷന് വേണ്ടിയിട്ടും സജഷൻസ് കാണിക്കാനും അതുപോലെ ഓഫേഴ്സ് കാണിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഷാൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.